അയ്യോ, എൻ്റെ ദൈവമേ, ബിഗ് ബോസ് തുടങ്ങി കേട്ടോ. സീസൺ 7 ആണ്. പണ്ടത്തെ സീസൺ കണ്ടിട്ട് എന്തായെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ എന്തൊക്കെ ടെസ്റ്റ് വരുമോ. മോഹൻലാലിൻ്റെ സ്റ്റേജിൽ വന്നൊരു ബ്ലാക്ക് മുണ്ടും ഒരു കുർത്തിയിട്ടാണ് ഫുൾ സ്റ്റൈലിഷ് ലുക്ക്. ഇത്തവണ വിളക്കുമില്ല, ഒന്നുമില്ല. പടക്കം പൊട്ടിച്ചാണ് ഷോ തുടങ്ങിയത്. ഇപ്പോഴത്തെ ഹൗസ് കണ്ടപ്പോൾ എനിക്ക് ഇതെന്താ സ്റ്റേഡിയാണെന്ന്. ഒരു പൂളും ഇല്ല, പോണ്ടും ഇല്ല, പക്ഷെ ഗാർഡനുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു മെയിൻ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണിപ്പുരയാണ്. ഈ ടാസ്ക് ചെയ്യുന്നവന്മാർക്ക് മാത്രമേ അവരവരുടെ സാധനവും ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി എന്തെന്ന് വെച്ചാൽ ഇത് ബിഗ് ബോസ് അല്ലേ, അത് റേഷൻ കടയാണോ? എന്നിരുന്നാലും കൊള്ളാം. പിന്നെ എനിക്ക് വളരെ ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇവിടുത്തെ ബെഡ്റൂമാണ്. അതും 19 പേർക്ക് ഒരു ബെഡ്റൂം. ഇനി ആ ബെഡ്റൂമിൽ എന്തൊക്കെ നടക്കുമെന്നുള്ളത് കണ്ടറിയാം. ഇനി കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കരുതി ഇതെന്താ ബിഗ് ബോസ് ഷോയോ അതോ സെലിബ്രിറ്റിയുടെ എക്സ്പോയോ? ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, വ്ളോഗർ ഉണ്ട്, സെയിം സെക്സ് കപ്പിൾസ് ഉണ്ട്, ആർജന്റ് ആക്ടർ ഉണ്ട്, കോമൺ മാൻ ഉണ്ട്, അങ്ങനെ ടോട്ടൽ 19 പേര്. അങ്ങനെ 19 പേരുണ്ട്. ആര്യൻ കുർത്തി, ബെന്നി സബാസിൻ, അപ്പാണി ശരത്, ആർജെ ബെൻസി, കലാഫാൻ, ആദിൽ, നൂറ, അനുമോൾ. ഇതൊക്കെ കണ്ട് ഞാൻ പറഞ്ഞു ഇതൊരു ഫാമിലി ഷോ ആണ്. പക്ഷേ നമ്മളെ ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യമാണ്. ഇനി ഇവരൊക്കെ പോയിട്ട് അവിടെ എന്തൊക്കെ കാണിക്കുമെന്നുള്ളത് അറിയാം. കണ്ട കാര്യമാണ്. അതൊക്കെ പോട്ടെ. ഫസ്റ്റ് ഡേ തന്നെ അനീഷും ഷാനോസ് ബ്രോയും തമ്മിലൊരു രജിസ്റ്റർ ബാഡ്ജിന്റെ ടാസ്ക് വിൻ ചെയ്തത് ആര്യനാണ്. ഷാനവാസ് ബെന്നിയും. പക്ഷേ അനീഷേട്ടൻ പറഞ്ഞു ഇത് ചീപ്പ് ഗെയിമാണെന്ന് കളിച്ചതെന്ന്. ഇത് ബിഗ് ബോസ് ഹൗസാണ്, ചീപ്പ് ഗെയിമാണെന്ന്. ഇത് ബിഗ് ബോസ് ഹൗസാണ്, അല്ലാണ്ട് PTA മീറ്റിംഗ് അല്ല. ലാലേട്ടനെ വെച്ചൊരു നൈസ് വാണിംഗ് എന്താണ് കൊടുത്തു. ഇത്തവണത്തെ സീസണിൽ ആർക്കും ഓവർ ആക്ട് ചെയ്യാനോ ആങ്കർ ചെയ്യാനോ ക്യൂട്ട്നെസ് വാരി വിടാനോ ഒന്നും പറ്റില്ല. ഗെയിം കളിക്കുന്നവരെ നിന്നങ്ങും ഗെറ്റ് ഔട്ട് സ്ട്രാറ്റജി. ഓവറോൾ പറഞ്ഞ ഡേ 1 ഇത്രയൊക്കെയാണ് നടന്നത്. ഓൾറെഡി ക്ലൈമാക്സ് നല്ല ഹൈപ്പായിരുന്നു. കണ്ടസ്റ്റൻ്റ് എത്തി, എല്ലാം എത്തി, പടക്കവും പൊട്ടിച്ചു. ഇനിയാണ് കളി തുടങ്ങുന്നത്. ഇനി എന്തൊക്കെയാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി ഇവരെല്ലാം കൂടി ആ ഹൗസ് അവിടെ തന്നെ വെച്ചാൽ മതിയായിരുന്നു. എന്താണെങ്കിലും രേണു ചേച്ചിയോടെ എത്തിയതോടുകൂടി സീസൺ അടിപൊളിയാകാൻ പോവുകയാണ്. എന്താണെങ്കിലും ഇത്തവണ കുറച്ച് കാശ് വാരും നമ്മുടെ ബിഗ് ബോസ്. നിങ്ങൾക്ക് ഡേ 1 ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആരാന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അനീഷേട്ടൻ വിന്നിങ് മെറ്റീരിയലാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്ന് കമൻറ്റ് അടിക്കുക. ഇനിയും അടുത്ത പുതിയ BB അപ്ഡേറ്റും BB റിവ്യൂമായിട്ടും നിങ്ങൾ സ്വന്തം നമ്മുടെ ഇത് അവരെത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഒരു സൈനിങ് ഔട്ട്.